ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ പിറന്നാൾ 55ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിച്ചതെല്ലാം അറിഞ്ഞത്, പിറന്നാളെല്ലാം അറിഞ്ഞത്. അതൊരു പിന്നെ ഇങ്ങനെ സാക്ഷരത പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. 3ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടു, 4ാം ക്ലാസ്സിൽ എത്തിന്. പക്ഷേ 2 മാസം 3 മാസം പോയതേ ഇല്ലു, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു സമയം ഞാൻ ഉണ്ടാക്കിയിട്ട് സാക്ഷരത പഠിക്കാൻ വേണ്ടി പോയി 55ാമത്തെ വയസ്സിൽ. പക്ഷേ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അന്നേരം എനിക്ക് പോകാനൊന്നും ഇല്ല, ഒരു ഇതുണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും പോകും, കുറേശ്ശെ എന്തെങ്കിലും, എന്നാലും പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ അന്നേരമാണ് ഈ കവിത മത്സരത്തിനെല്ലാം പോയിട്ട് അങ്ങനെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും പിന്നെ സംസ്ഥാനത്തെല്ലാം പോകാൻ പറ്റീന്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു പക്ഷേ ഇതിങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എഴുതാനൊന്നും ഞാൻ എഴുതുന്നുണ്ടെന്ന് ആരും അറിയട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഈ 55ാമത്തെ വയസ്സിൽ എൻ്റെ കൊച്ചു മക്കളൊരു പുസ്തകമാണ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത്. ആ പുസ്തകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതാ. എന്താ കണ്ടില്ലേ, ഇതാണ് എൻ്റെ മക്കളെനിക്ക് തന്നത്. അവർ തന്നിട്ട് ഞാനൊരു ഇതിലിട്ട് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതായത്. ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് വായിച്ചു തരാം. പാടുന്നില്ല, ഞാനിങ്ങനെ വെറുതെ എഴുതിയതാണ്. അത് ഞാനൊന്ന് വായിച്ചു തരാം. ഓരോന്നായിട്ടെല്ലാം നിങ്ങൾക്ക് ഇത് നിറയെ ഇതിൽ കവിതയുണ്ട്, പിന്നെ ലേഖനങ്ങളുണ്ട്, നാട്ടിലുള്ള എല്ലാ ഇതും ഇതിലുണ്ടാവും. ഇതാ അങ്ങനെ ഉണ്ടല്ലേ, ഇതെല്ലാം ഉണ്ട് ഇതിൽ. ഇതുപോലെയുള്ള ഡയറി എല്ലാം ഞാൻ എഴുതിയിടും, ഓരോന്നോരോന്നായിട്ട് എഴുതിയിടും. എനിക്കറിയും പോലെ പഠിപ്പോ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും കൂടെ ഞാൻ എനിക്കറിയുന്ന അക്ഷരം കൊണ്ട് ഞാൻ എഴുതുന്നതാണിത്. ഞാൻ ഒരുപാട് പഠിച്ച ആൾ എഴുതുന്നതും അങ്ങനെ വിചാരിക്കേണ്ട. എൻ്റെ ഓരോ ഇതും എഴുത്തും കണ്ടിട്ട് പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. ഇന്നെൻ്റെ 55ാം പിറന്നാൾ, ആദ്യത്തെ പിറന്നാൾ. എൻ്റെ കണ്ണും മനവും നിറഞ്ഞു. എൻ്റെ ആദ്യ പിറന്നാൾ ഗിഫ്റ്റുമായി എന്നരികിൽ വന്നു എൻ്റെ അരുമയാം പൊന്നുമക്കൾ. എല്ലാം നേടിയവൾ ഞാൻ, ഓർത്തു പോകുന്നു ഞാൻ ആരുമില്ലാത്തവളായി. സ്നേഹമെന്തെന്നറിയാതെ നമ്പരം മാത്രമെൻ കൂട്ടായ നാളുകൾ. ഇനിയുള്ള കാലമെങ്കിലും എനിക്കെൻ്റെ മക്കളെ സ്നേഹിക്കാൻ, കണ്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യമുണ്ടാകണേ എന്ന്, എൻ്റെ മക്കൾക്ക് തുണയായി നിൽക്കാനാകണമേ എന്ന് കൊതിയോടെ ആശിക്കുന്നു ഞാൻ. എത്രയോ കണ്ണീർ പൊഴിച്ചു പോയി കുഞ്ഞു മുഖമൊന്ന് കാണാൻ. കൺകുളിർന്ന് ഇന്നെനിക്കായി എൻ്റെ പൊന്മക്കൾ ഗിഫ്റ്റുമായി എന്നരികിലെത്തി. മഷിയും പേനയും ബുക്കുമായി വന്നു. എഴുതും ഞാൻ ഇനിയും, എഴുതിക്കൊണ്ടേയിരിക്കും എൻ്റെ മക്കളുടെ ആശ പോലെ. കണ്ണു നിറയുന്ന വരികളാണിത്. ഞാൻ എനിക്ക് കാണുന്നില്ല, എഴുതി കണ്ണ് നിറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് സന്തോഷം കൊണ്ടാണ്. പക്ഷേ അന്ന് ഞാൻ കരയായിരുന്നത് എഴുതിക്കൊണ്ട് കരയായിരുന്നു. എത്ര വക്കെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. അന്ന് കരഞ്ഞ ഞാൻ ഇപ്പം എനിക്ക് പറയാൻ വാക്കില്ല. എനിക്ക് ഇപ്പം ഞാൻ സന്തോഷവതിയാണ്. എനിക്ക് ജീവിതത്തിൽ കിട്ടാത്തതെല്ലാം ഇപ്പം കിട്ടി. ഇതിനപ്പുറം ഇനി എനിക്കൊരു സന്തോഷം, ഇനി എനിക്ക് ഇന്ന് തന്നെ പറ്റുപോയാലും എനിക്കൊരു സങ്കടമില്ല. എല്ലാം നേടിയോളാന്നിപ്പോൾ. രോഗമെല്ലാം എല്ലാവർക്കും വരുന്നതല്ലേ, അതെല്ലാം പോലെ നമ്മളെക്കാളുള്ളത് ഒരുപാടാക്കില്ല. എന്നാലും ഇപ്പം എനിക്ക് നല്ല സുഖമുണ്ട്. മറ്റുള്ളവരത് നോക്കിയിട്ട് എനിക്ക് വിഷമം, മറ്റുള്ളവർക്കില്ല രോഗം വിചാരിച്ചിട്ടാണ് വിഷമം. എന്നെപ്പറ്റി എനിക്കൊരു ഇതുമില്ല. എനിക്കെല്ലാം അവരുടെ തിരിച്ച് കിട്ടി. എനിക്ക് കണ്ണുനീര് മാത്രം ഇല്ല ജീവിതമാണ്. ഒരു നിമിഷം പോലും കണ്ണീര് പറ്റാത്തൊരു ജീവിതമായിരുന്നു. ഓരോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലുത് അമ്മയല്ലേ. അമ്മ ഇല്ലാതായിപ്പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്നത് അമ്മേനെ പറ്റി മാത്രമേ ഞാൻ എപ്പോഴും പറയൂ. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് ഈ അമ്മയില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് എപ്പോൾ ഞാൻ പറയുന്നത് തന്നെ. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച്, അച്ഛനമ്മമാരെ ഒരിക്കലും ഒരാളും കണ്ണീരിലാക്കാൻ പാടില്ല. അവർ നമുക്ക് നമ്മളെ നോക്കുന്നത് അവരെ നോക്കിയിട്ടില്ല,
മക്കളെങ്ങനെയാണ് അവരെ കയ്യോ കാലോ എവിടെ വെച്ചിട്ട് അവരെ നോക്കണ്ടേ? ഒരു പോറലേൽക്കാണ്ട് നമ്മളെ വളർത്തി വലുതാക്കിയ ഇതെല്ലാം പറയണത് നമുക്കറിയില്ല. നമ്മളെങ്ങനെയാണ് വളർന്നത് നമുക്ക് അത് പറയാൻ പറ്റില്ല, വിവരിക്കാൻ പറ്റാത്ത അങ്ങനെയാണ് നമ്മളെ വളർച്ചയെല്ലാം. പക്ഷേ അതെല്ലാം ഇല്ലവർക്കത് അറിയില്ല. എല്ലാ സുഖവും കിട്ടി വളർന്നവർക്കൊന്നും ഇതറിയില്ല. അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, എപ്പോഴും ഞാൻ കണ്ണീരൊഴുക്കുന്നു. ഈ അച്ഛനമ്മമാർ കണ്ണീര് എപ്പോഴും ഞാൻ കരയല, ഞാൻ അതേ കാണും. ഈ അച്ഛനമ്മമാരെ ചെയ്യുന്നത് ഞാനെപ്പോൾ കാണും. ഒരിക്കൽ എപ്പോൾ കണ്ണിലെ വെള്ളമാണ് ഓർത്തിട്ട്. നമ്മളെ അച്ഛനമ്മമാരെ അമ്മ പരമാവധി അവരൊന്നും പറയില്ല. മക്കൾ സങ്കടപ്പെടുന്നതെന്ന് വെച്ചാൽ അവരൊന്നും അവരെ എല്ലാം സ്വയം സഹിക്കുകയില്ല. അമ്മ പറയുമ്പോൾ മക്കൾ സങ്കടപ്പെട്ടെങ്കിലോ അവരെ സുഖവും ദുഃഖവും ഒന്നും അവർ അറിയിക്കില്ല. നമ്മൾ അറിഞ്ഞ് ചെയ്യണം, നമ്മൾ അറിയണം. നമ്മൾ ഒരു വാക്ക് മതി, നമ്മൾ നല്ലൊരു വാക്ക്, മറ്റൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ നല്ലൊരു വാക്ക് അവർക്ക് കൊടുത്താൽ മതി. അവരെല്ലാ രോഗവും മാറും. ആ ഒരു വാക്കിലൂടെ അവരെ രോഗമെല്ലാം മാറും. അവർ കടന്നു പോവില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്നവരെല്ലാം എല്ലാവരും ഞാൻ പറയുന്നത്. അറിയാത്ത മക്കളോട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനിത് മാത്രമേ ഉള്ളൂ. പരസ്പരം സ്നേഹിക്കുക, നമ്മളെ അച്ഛനമ്മമാരെ സഹോദരങ്ങളെ, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മളെ ജീവിതം കൊണ്ട് നമ്മെ അതാ പഠിച്ചത്. ഒരാൾക്കും ഇല്ലാത്ത അത്രയും നമ്മൾ അനുഭവിച്ചു ഈ ഒറ്റ കാരണം കൊണ്ട്. അത് ഞാൻ പറഞ്ഞ അമ്മയും അച്ഛനും ഇല്ലവർക്ക് അതിൻ്റെ ഇതറിയില്ല. അതില്ലാതെ വളർന്നാലേ ജീവിതത്തിൽ അതെല്ലാം പഠിക്കൂ. അങ്ങനെയൊന്നും പഠിക്കാൻ ബാക്കിയില്ല. പക്ഷേ നമ്മ ഇന്ന് വിജയിച്ചു എന്ന് അച്ഛനമ്മയില്ലാണ്ട് വളർന്നിട്ട് എല്ലാ ത്യാഗം കഴിഞ്ഞ് വളർന്നിട്ട് ഇപ്പോൾ നമ്മൾ തലയുയർത്തി നിൽക്കുന്നു. ഇങ്ങനെ എന്താ പറയുക, നമ്മളെ ആ കരുത്ത് അവർ തന്നെ, അവർ ഒരുപാട് കരുത്തുള്ളവരാണ് അവരെ ഇതാണ് നമുക്കും കൂടെ. നമുക്ക് ഒരു നോക്ക് പോലും അമ്മേനെ കാണാത്തത് അമ്മയാണ് എങ്ങനെ. പക്ഷെ അറിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞറിയും നമ്മളെ അച്ഛനാര് അമ്മയാര്. അച്ഛനുണ്ടായിന്, അച്ഛനൊരു 19 വയസ്സ് വരെ അച്ഛനുണ്ടായിന്. അമ്മയെ നമുക്ക് അറിയുകയില്ല. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് അമ്മ ആരാന്ന് മറ്റുള്ളവർ പറഞ്ഞതിൽ നമ്മെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മളെ അമ്മയായിരുന്നു എന്ന്. നമ്മ അത്രയും നല്ല എന്നാ പറയണ്ടേ, അങ്ങനെ ഒരു വിവരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അമ്മയാണ്. അമ്മയുടെ മക്കളാണ് നമ്മ, അച്ഛൻ്റെ അമ്മേരെയും മക്കൾ. നാടിനെയും പ്രകൃതിനെയും മനുഷ്യരെയും എല്ലാം സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയും അച്ഛനുമാണ്. നമ്മ ഒരാളെയും നമ്മ വേദനിപ്പിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് അറിയാതെ ഇപ്പം പറ്റിപ്പോയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കുക, പരസ്പരം എല്ലാവരും സ്നേഹിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഏത് പുസ്തകം നോക്കിയാലും അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ പുസ്തകവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമേ. ഇതിലെല്ലാം കവിതയുണ്ട്, ഒരുപാട് കവിതയുണ്ട്. പക്ഷേ എൻ്റെ വരികൾ ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളെ ഞാൻ നോക്കി ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു തീരാ വേദന വരെ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കവിത ആരെങ്കിലും ഒന്ന് നേരെയാക്കി തരുമോ എന്ന് വെച്ചാൽ ഒരുപാട് ആളടുത്ത് പോയിട്ടുണ്ട്. അവരെല്ലാം അത് ഉൾക്കൊള്ളാൻ അവർക്ക് ഞാൻ എന്തിനാണ് ഞാൻ പോകുന്നില്ല അവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടാണ് ഞാനത് അടച്ചു വെച്ചു. പോട്ടെ, പിന്നെ ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലെല്ലാം എഴുതി അങ്ങിടും. അങ്ങനെയെല്ലാം ഞാൻ ഗ്രൂപ്പിലെല്ലാം എഴുതി എൻ്റെ കവിത. പക്ഷേ ഇതൊന്നും ഞാൻ എഴുതിയ വരി പോലെ എനിക്ക് പാടാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാടിത്തരാത്തത് നിങ്ങൾക്ക്. ഞാൻ ഒന്നുകൂടെ എല്ലാം നേരെയാക്കിയിട്ട് നിങ്ങൾക്കെല്ലാം പാടിയിട്ട് എല്ലാം തരാൻ പറ്റുമോ നോക്കുക. എന്നാൽ കഴിയും പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ എൻ്റെ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വലിയ ഒരു എഴുത്തുകാരെ എഴുതും പോലെ ആയിരിക്കില്ല ഞാൻ എഴുതുന്നത്. എൻ്റെ അക്ഷരമല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കേൾക്കണം. ഞാൻ ഓരോന്ന് തരുന്നതും മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടി ആവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ യൂട്യൂബിൽ വന്നിട്ടും മറ്റുള്ളവർ വന്നിട്ടും എല്ലാവരുടെ അടുത്തും ഞാൻ പോകുന്നതും ഈ ഇതിനു വേണ്ടി മാത്രമാണ്. അച്ഛനമ്മമാർ സഹോദരങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ഒരാളെങ്കിലും ഇത് കേട്ട് നേരെയായാലും ഞാൻ സന്തോഷിക്കും, അത്രയും സന്തോഷിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കേട്ടോ കേട്ടോ. എൻ്റെ പുസ്തകം, ആദ്യത്തെ പുസ്തകം എൻ്റെ മക്കൾ പിറന്നാൾ ഗിഫ്റ്റ് തന്ന പുസ്തകമായിരുന്നത്. ഇതിലെനിക്കിങ്ങനെ ഞാൻ എപ്പം കഷ്ണങ്ങളെല്ലാം ചാടുന്നിടുന്നെല്ലാം പറക്കിയിട്ടാണ്. ഒരു പെന്നില്ല, മഷിയില്ലാതെ പെന്ന്, തേഞ്ഞ പെന്ന് അങ്ങനെയെല്ലാം എടുത്തിട്ടാണ് ഞാൻ എഴുതൽ എൻ്റെ കിട്ടുന്ന സമയത്ത്. അത്രയും എനിക്ക് എഴുതാനില്ല. ഞാൻ വിചാരിക്കുന്നു, എന്നെ വിചാരിച്ച് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പഠിക്കാനെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഴുത്തുകാരി ആയിപ്പോട്ടെ. ഞാൻ സത്യമായിരുന്നു, ആരും അങ്ങനെ പറയില്ല. എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആരെങ്കിലും ആയിപ്പോട്ടേനും. എന്നാലിങ്ങനെ ആയാലും ഇന്നിപ്പം ഞാൻ ഭാഗ്യവതിയാണ്. ഇന്ന് എല്ലാവരും ഒരു അമ്മയാവാൻ കഴിഞ്ഞു, സഹോദരി ആവാൻ കഴിഞ്ഞു. എനിക്ക്
ജീവിതത്തിൽ ഇനി എനക്കൊന്നും ഒരു സങ്കടമില്ല, എല്ലാം ഞാൻ നേടി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും ഞാൻ വിചാരിച്ചതേ അല്ല. നമുക്കെപ്പോൾ സ്നേഹം കൊടുത്താൽ കിട്ടും. നമ്മൾ സ്നേഹം എല്ലാവരും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. സ്നേഹം കൊടുത്താൽ നമുക്ക് എപ്പോൾ തിരിച്ച് കിട്ടാതിരിക്കില്ല. എന്നാൽ എല്ലാവർക്കും സ്നേഹം.